കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി. KSEBയുടെ അനാസ്ഥയെന്നാരോപിച്ചാണ് മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. എൻ്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എനിക്ക് അത്താണിയാവേണ്ട, എനിക്ക് തണലാവേണ്ട എൻ്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് കുടുംബത്തിന് താങ്ങാനാവാത്തതാണ്. അത് KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അപാകതയാണ് എൻ്റെ മകന് നഷ്ടമായത്. അതിന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കമ്മീഷന് നടപടി എടുക്കാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഇനി ഒരു രക്ഷിതാവിന് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത്. ആരും വന്നു നോക്കില്ല. KSEBിൻ്റെ ഭാഗത്തുനിന്ന് ആരും ഇതുവരെ വീട്ടിൽ വരിക താമസിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, എന്താണ് കുടുംബാംഗങ്ങളുടെ പരാതി? ക്രിസ്റ്റിന, ഈ മാസം 19-നാണ് ഈ യുവാവ് ഷോക്കേറ്റ് മരിക്കുന്നത്. സ്കൂട്ടർ യാത്ര ചെയ്യുന്നതിനിടെ മഴ നനയാതിരിക്കാൻ കടവരാന്തയിൽ കയറി നിൽക്കുകയും കടയ്ക്ക് സമീപത്തുള്ള ഇരുമ്പ് തൂണിൽ നിന്ന് ഷോക്കേൽക്കുകയുമായിരുന്നു. ഈ ഒരു അപകട സാധ്യത അവിടെ ഉണ്ടെന്ന് KSEB അധികൃതർക്ക് അറിഞ്ഞിട്ടും പക്ഷെ അവർ കാര്യമായ ഒരു മുൻകരുതൽ നടപടി എടുത്തില്ല എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള വിമർശനം. ഇതിൽ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ പോലീസിന്റെ വകുപ്പുകൾ, പോലീസ് ഈ KSEBക്കെതിരെ അധികൃതർക്കെതിരെ ചുമത്തിയ വകുപ്പുകളെല്ലാം തന്നെ ദുർബലമാണ് എന്നുള്ളതാണ് നിലവിൽ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി. നരഹത്യക്കുൾപ്പെടെ ഈ അധികൃതർക്കെതിരെ കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ കുറ്റക്കാരായവരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം കൂടിയാണ് കുടുംബം നിലവിൽ ആവശ്യപ്പെടുന്നത്. അതായത് KSEB അധികൃതർ തന്നെ ഈ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് ഈ കുറ്റം നടത്തിയവരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക കൂടി കുടുംബം നിലവിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടാതെ നഷ്ടപരിഹാരം, 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കർശനമായ ഒരു നടപടി വേണം എന്നുള്ളതാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.